എന്തോ ചതിയുണ്ട്. അണ്ണു ഇത് അറിഞ്ഞോ? ഫ്ലൈറ്റ് കയറി എന്നാ പറഞ്ഞത്. എങ്ങനെ പറയൂടാ, അറിയിച്ചല്ലേ പറ്റൂ. വരുവാ അണ്ണ ഈ കൊല്ലത്തിൽ പോയി അണ്ണനാന്ന് മനസ്സിലാവും ഉറപ്പാ. ഞാനേ ഞാൻ മറ്റേ വിമലൻ ഇറക്കാം. വിമലൻ അതെന്തിനത്? നാടിന്റെ നാഥന് വീടാ പരുന്തു വാസു ഉപചാരപൂർവ്വം നാടിന്റെ നാഥനോ? എനിക്ക് പറ്റില്ല. ഫ്ലെക്സ് അടിക്കാരെന്ത് ആരാ ഫ്ലെക്സ് അടിച്ചേ മുതുകില്? ഹലോ ചോദിച്ചു അണ്ണാ 50 ലക്ഷം അറിയോ ഒരു ഫ്ലെക്സ് അടിക്കാൻ? അയ്യോ 50 ലക്ഷമൊക്കെ ഇറക്കി ഇതിനായിട്ട്. ഇവിടെ അണ്ണ എക്കെ പാത്തല്ലേ അണ്ണൻ. 2 ദിവസം ബാനും അത് കൂടാതെ 2 ദിവസം ഒന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് എന്നെ ഇവന്മാരൊക്കെ കൊന്നല്ലേ. അണ്ണ മാല ഇട്ട് നോക്ക്, ഒരുത്ത ഫോട്ടോ എടുക്കുന്നുണ്ടോ അവിടെ? ആ സൈഡിൽ M4 എന്തിനു വെച്ചത്? ഒരു ശസ്താവ് വെച്ചുകൂടായിരുന്നാ? മാല ഇട്ടണ്ണ അത് പറ. നീ നൈസായിട്ട് ഗ്യാങ് ഹൗസിന്റെ അവിടെ കേറിയിട്ട് ഞാൻ പയ്യെ നടന്നു വരാം. ആരെങ്കിലും ചോദിച്ചാ വിമലനാന്ന് പറഞ്ഞാ മതി. ഓക്കെ എല്ലാരെയും കൈയോടെ വെക്കണം. ഈ ചതിയത് എല്ലാ എണ്ണത്തെ പൊക്കണം. 2 ദിവസം പോയ ടൈം നോക്കി നീ മാലയിട്ട്. നീ അന്ന് ടർഫിന്ന് പോയതാണോ? ഞാനോ? അല്ലല്ല, ഞാൻ ഇന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയതാ. ഓ ഏതാ ഇത് തന്നെ? ഫുഡും വെള്ളം തന്നെ. ഫുഡും വെള്ളം ഒരു തോക്കുന്താ. സിറ്റിയില് ഗ്രൈൻഡ് ചെയ്യുന്ന നിന്റെ ഫുഡ് ഇല്ലടാ. ഞാൻ തിന്ന് തീർത്തോണം അവിടെ ഇരുന്ന്. തൊട്ടടുത്ത ഫുഡ് ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ ഫുഡൊക്കെ മേടിച്ചിട്ട് പോവാം. എന്തായാലും അങ്ങനെയുള്ള കറുത്തോടി കിട്ടും അവിടെ. എടാ എന്തായി കാര്യങ്ങളൊക്കെ? ഇതിന്റെ ആവശ്യമുണ്ടോ ക്യാഷിന്റെ? ക്യാഷിന്റെ ആവശ്യമുണ്ടോ? എന്റെ ഒക്കെ കാശ് ഈ പുണ്ടടയില്ലേ ഇപ്പൊ? സെക്യൂരിറ്റി ഒക്കെ വിട്ടുപോയി. ഹലോ വിമല MSCTയുടെ വണ്ടി. ഹലോ എന്നാ ഞാൻ ഗ്യാങ് ഹൗസ് ഉണ്ട് കേട്ടോ അണ്ണാ. എന്നെ അതിനകത്ത് വെച്ച് വലിയ മൈൻഡ് ചെയ്യണ്ട. വിമലം വന്നു അങ്ങനൊന്നും പറയണ്ട. ഞാൻ സൈഡിൽ എവിടെ നിന്നോളാം കേട്ടാ. മരണം പങ്കെടുക്കാനാ? മരണത്തിന് കാണാവുന്നവരാണോ ചോദിച്ചത്. ബോഡി ഒന്നും വന്നില്ല മിസ്റ്റർ. ബോഡി ഇല്ല, കരടി കൊടുത്തില്ലെന്നാ അറിഞ്ഞത്. കരടി കൊന്നല്ലേ അവിടെ പറഞ്ഞത്. കരടി പിടിക്കാൻ പോയ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് വാസവണ്ണ ഹിമാലയത്തിലോട്ട് ട്രിപ്പ് പോയതാ. അവിടെ നിന്ന് മറ്റേ വെള്ളക്കരടി കടിച്ചു പോകും. ഒരു ഫോട്ടോയും 2 ചന്ദനത്തിരി ഒരു മാലയും തൂക്കി അവിടെ ബാബുചേട്ടിട്ട് കരയുന്നുണ്ട്. അയ്യോ എവിടെ നല്ല മനസ്സിലായിരുന്നു. എല്ലാരും തൂക്കിക്കൊണ്ട് പോയിട്ട് കടവുളെ ഉള്ള പാറ പോയിട്ട് എനിക്കും പറയാൻ ഡയലോഗ് അടിക്കാൻ സമയത്താ ഞാൻ അവിടെ പോയിട്ട് കാരണോളാം. അകത്ത് പോയിട്ട് കാര്യം എന്തായാലും കാണുമല്ലോ.
ഞാൻ വിശ്വസിക്കൂല, എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. കണ്ണൻ ചത്തിട്ടില്ല. രാമായണ വായിക്കണാരെങ്കിലും അയ്യോ അയ്യോ ടർമ്മൊക്കെ ആരും പാക്കോ സ്റ്റോക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് താക്കണല്ലോ. ഇല്ലടാ ഞാൻ വിറ്റോളോ. ബാബുസേട്ടൊക്കെ ഈ കൊച്ചത്തേരെ എത്ര നേരം നോക്കി കരയുന്നത് ഞാനല്ല മരിച്ചേ. വാങ്ങി വെക്കാൻ സൈഡിലോട്ട് മാറി ഹലോ ഹലോ, ഇതാര്? എന്നാലും പുള്ളിയുടെ കാര്യം ഭയങ്കര കഷ്ടമായിപ്പോയല്ലേ? അതെ, നമ്മള് പറഞ്ഞടാ എല്ലാരും വന്നോടാ അവിടെ. എല്ലാരും ഉണ്ടെന്നാ വായിക്കുന്നില്ല. സിറ്റിയിലെ വലിയ ഗ്യാങ്സ്റ്റർ ഒക്കെ ഞാൻ വിശ്വസിക്കൂല. അണ്ണൻ ഇപ്പൊ എവിടെയോ ഉണ്ട്. നമ്മളെ അടുത്ത് തന്നെ കാണും ചിലപ്പോ. കരടിയുടെ വയറ്റിലുണ്ട്. കരടി ഉണ്ട്. കരടിയ ഞാൻ സമ്മതിക്കില്ല. ഭയങ്കര കഷ്ടമായി പോയിട്ടാ. കരടി ഒന്നില്ലായിരുന്നു ഇവനെ ഞാൻ കൊല്ലായിരുന്നാണ്. ഇവച്ചിരി അസുഖമുള്ളവനായിരുന്നു. ആ, അല്ല, താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് വിമല്. നോക്കി കണ്ടു മരിച്ചടക്കല്ലേ നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കാമോ? അല്ല, നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ലല്ലോ. അണ്ണൻ എനിക്ക് ഉയരാണ്. ഞാനത് കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആള് ഒരു പാവം മനുഷ്യനായിരുന്നു കേട്ടിട്ടുണ്ട്. പല്ലും നോക്കുമ്പോൾ പോലും കിട്ടിയില്ലേ? അല്ല, അതിനുള്ള വിഷമം എന്താ വെച്ചാ ടിവിയെ മാറിപ്പോ ടിവി ആവുമല്ലോ. ഓ, ആരാടേലും കുഴപ്പമില്ല. പട്ടി അണ്ണ പറഞ്ഞാല് ഞാൻ പോവില്ല. എന്തൊക്കെയാണ് ഇവിടെ? എന്തോ ഒരു ലോകം ഹലോ ഹലോ പോരാ പണ്ട് മുതലുള്ള ആഗ്രഹമാടാ ഹിമക്കരടിയേക്കാൻ ഹിമക്കരടിയേക്കാന്നോന്. ഹിമക്കരടി ഫോട്ടോ എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് ടിവി ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് ഹിമക്കരടി പിറ്റിട്ടിനി നേരിട്ടും മറ്റേ നെയ്യെടുക്കാനുള്ള പരിശ്രമത്തിലാണെന്നാണ് എല്ലാരും പറയുന്നത്. ബോഡിയില്ല, പഴയ ജെട്ടി കിടപ്പുണ്ട്. മലയുടെ പഴയ ജെട്ടി അന്നുവിന്റെ പേരിലുള്ള ജോക്കിന്റെ പേരിലുള്ള ഒരു ജെട്ടി തൽക്കാലം ഒഴുക്കാനാണ് ഇവിടെ പ്ലാൻ. തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാബു. അത്
എന്റെ ചെയ്യാനടാ ഹിമക്കറിക്കറിയാവോടാ ഗ്യാങ് ആണ് മറ്റേടാണ് ഇവിടെ 5 ദിവസം മുന്നേ ഫ്ലൈറ്റ് പിടിച്ച് പോയതാടാ ഹിമാലയയിലോട്ട്. സ്വെറ്ററൊക്കെ കൊണ്ടുപോയി ഒന്നും കിട്ടിയില്ലടാ. ആർക്കും ഒരു കുറവല്ല പണ്ടലിട്ടാ കർഷകരൊക്കെയാ. പിന്നെ നിങ്ങളുമായിട്ടുള്ള ഡീലൊക്കെ ഞാൻ നാളെ സംസാരിക്കാം കേട്ടാ. ചെറിയ വ്യത്യാസമുണ്ട് ഡീലിലൊക്കെ. മലയാളി അല്ലല്ലോ ഇനി. കൊടുക്കടാ എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ. എല്ലാരും അകത്തോട്ട് വാ. കഞ്ഞിയൊക്കെ അലീനയുടെ കൂട്ടുകാരൊക്കെ നോക്കിയാ കുഴപ്പമില്ലല്ലോ. അവര് വെച്ചോട്ടെ ബാബു. അതെ മലയാളി ഇല്ലാതെ പിന്നെ ഇനി എന്റെ ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറിയാണ്ട് ആള് കയറിയാണ്ട്. വാ ആരും ബലം വെക്കല്ലേ. രാമായണം വായിക്കുവാണ്. ആരും ബലം വെക്കല്ലേ. രാമായണം വായിക്കുവാണ്. ഇവിടെ ആരും ബലം വെക്കല്ലേ. ബാബു ചേട്ടൻ ഒരു ബോഡിയോടെ വീടാ പ്രശ്നം. ഹെഡ് അടിച്ചു പഠിക്കാൻ ഒരു സെക്കൻഡ്. തോർത്തില്ല മാനോടുന്നുണ്ടോ തേൻ കൂടുമുണ്ടോ കിളികൾ പലതുണ്ട് കാടറാൻ വാ കൂടറാൻ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു മനുഷ്യൻ സിനിമ പാട്ടല്ലേ വെളിയിലെ കഞ്ഞി വന്നിട്ടുണ്ട്. ആരും ഓടല്ലേ. പോയി കുടിക്കണേ. പയ്യെ പോയി കുടിക്കണേ. ഉണ്ട് എല്ലാവർക്കും തരാം. അയ്യോ എനിക്ക് വയ്യടേ എന്റെ പൊന്നു. സെൻട്രന്റെ ബാക്കി ആരും അറിഞ്ഞില്ല. സെൻട്ര മരിച്ച ദിവസമെങ്കിലും ആരും സമ്മാനായിട്ട് നിക്കട്ടെ. 5-6 പേര് മരിച്ച ദിവസം അല്ലടാ. ഇല്ല ചന്ദ്ര നീ ഇങ്ങോട്ടാണ്. നമുക്ക് അങ്ങോട്ട് മാറി. മുണ്ട് നോക്കി കാണിക്കാൻ പറ്റുമോ? പൈസ തരാണ്ടോ? അണ്ണന് വല്ലതും കൊടുക്കാറുണ്ടോ? പരിചയമില്ല പറഞ്ഞിട്ടില്ല. അറിയില്ല അവരറിയില്ല. പിന്നെ ആ മൊലാലിയ ചോദിച്ച പേര് അല്ല ചോദിക്കാൻ ഇനി മൊലാലി ഇല്ലല്ലോ. പറയുമ്പോ ആര് വന്നെ പറയാം. മൊലാലിയായിട്ട് എന്തായിരുന്നു ബന്ധം? കൂട്ടുകാരനാണോ? എങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ? പുറത്തുള്ളവരോടൊക്കെ ഭയങ്കര മാന്യനായിരുന്നു. ഹലോ ഈ ബിരിയാണി ഇവിടെ കാലിന്റെ ഇടയിൽ താഴെ കാലിന്റെ അടിയിൽ അത് അലക്കാ നേരത്തോ സുരുപോലെ വിളിച്ചൊരു രാമായണം വായിക്കുന്ന ഇനി ഗ്യാങ് ഹൗസ് ബേക്കിലുള്ള 10 ഏക്കർ കടൽ ആര് നോക്കുവേ? ഞാൻ